Good afternoon. Good afternoon, Miss. Okay. ഇന്നലെ വരെയുള്ളതൊക്കെ വായിച്ചിട്ടില്ലേ എല്ലാവരും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? പറയുന്നില്ലല്ലോ ആരും. ആരെങ്കിലും എന്തെങ്കിലും പറ. വായിച്ചില്ലേ? കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ അത്? അല്ലേ? നോക്കണ്ടേ? നോക്കണ്ടേ? ഷഫിയ, സഫിയ ഒക്കെ ഒന്നും മിണ്ടുന്നില്ലല്ലോ ചോദിച്ചിട്ട്. സഫിയ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത് ആർക്കും? അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ വായിക്കലാണല്ലേ ഓരോ കാര്യങ്ങള് നോട്ട്സ് പറയലും. അപ്പൊ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ഇതിന്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടുന്നോണ്ട് നോക്കണ്ടേ അല്ലെ? നിങ്ങൾക്ക് പ്രയാസമേറിയ സബ്ജക്റ്റ് അല്ലേ, ഈ ചാപ്റ്റർ ആണെന്നല്ലേ പറയുന്നേ. അപ്പോ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ക്വസ്റ്റ്യൻസ് ഞാൻ പറയും, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ചിലതിന് ഓപ്ഷൻ ഉണ്ടാകും, ചിലതിന് ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഇതെല്ലാവരും അറ്റൻഡ് ചെയ്യുക. ലെഫ്റ്റ് ആയി പോകരുത് ആരും. കാരണം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിച്ചത് എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞുതരാം. വേറെ ചില കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡഡ് ആണ്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ കേട്ടോ. റിജോ അതിലൊന്ന് ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നാബ്? നാബിന്റെ ഫുൾ ഫോം എഴുതാം കേട്ടോ. വാട്ട് ഈസ് നാബ്? വാട്ട് ഈസ് നാബ്? ഓക്കെ, എഴുതിയോ? നാബിന്റെ ഫുൾ ഫോം എഴുതിയോ? ഫുൾ ഫോം അല്ലേ? അതെ, നാബ് എന്താണ്? നിങ്ങൾ പഠിച്ചതല്ലേ നാബ് എന്താ? അതിന്റെ ഫുൾ ഫോം എഴുതാം കേട്ടോ. Okay. Second one, what is the full form of ISO? ISO the full form and what is the full form of ISO? What is the full form of ISO? What is the full form of ISO? കേട്ടോ. എഴുതിയോ? രണ്ടാമത്തെ എഴുതിയോ? തേർഡ് വൺ പറഞ്ഞോട്ടെ. NABL stands for. What is NABL stands for? 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 First question എന്തായിരുന്നു? What is NAB? അതിന്റെ full form എഴുതാം. Second, what is the full form of ISO? And third one, NABL stands for. NABL കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ full form എഴുതാം കേട്ടോ. ഓക്കെ, എഴുതിയോ? ഇനി ഞാൻ നെക്സ്റ്റ് വൺ പറയാൻ പോവാണ്. ഇത്
കോഡ് ബ്ലൂ ആയിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. കോഡ് ബ്ലൂ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം എന്നില്ല, ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു കോഡ് ബ്ലൂ എന്ന് പറയുന്നത് നമുക്കറിയാലേ എന്തുമായി ബന്ധപ്പെട്ടതാ? ഷിനു ഒന്ന് പറഞ്ഞേ. കോഡ് ബ്ലൂ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്? CPR കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. CPR ഇല്ലേ, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, അതും കൂടി എന്തിൽ വരുന്നതാണ്? ഈ ഒരു കോഡ് ബ്ലൂവില് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാല് CPR എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഏത് കോഡുമായി റിലേറ്റഡ് ആണെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? എന്താ പറയണ്ടേ? കോഡ് ബ്ലൂ കേട്ടോ. CPRന്റെ ഫുൾ ഫോം അറിയില്ലെങ്കിൽ അത് എഴുതാം. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ കേട്ടോ. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ അത് എഴുതാം. ഓക്കെ. ഇനി കോഡ് റെഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോഡ് റെഡ് ഫയർ. അല്ലേ? ഓക്കെ. ഇനി കോഡ് ഗ്രേ ആണെങ്കിലോ? ഗ്രേ അറിയാമോ? കോഡ് ഗ്രേ കാർബൺ ഡയോക്സൈഡ് ആണോ? ഇന്റേണൽ ഡിസാസ്റ്റർ ആണ് കേട്ടോ. ഇന്റേണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ് കോഡ് ഗ്രേ എന്ന് പറയുന്നത് കേട്ടോ. കോഡ് ഗ്രേ ഇന്റേണൽ ഡിസാസ്റ്റർ. ഓക്കെ. ഇനി കോഡ് പിങ്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് തോന്നുന്നു അല്ലെ. കോഡ് പിങ്ക് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പീഡിയാട്രിക്സ് ഉണ്ട്. അത് കൂടാതെ ബേബി മിസ്സിങ് പിങ്കിൽ വരുന്നതാണ് കേട്ടോ. ബേബി മിസ്സിങ് കേട്ടോ. ബേബി മിസ്സിങ് കോഡ് പിങ്കിൽ വരുന്നതാണ്. ബേബി മിസ്സിങ്. ഓക്കെ. എഴുതിയോ? എഴുതി. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാ. വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് സൈൻഡ് കൺസെന്റ്? വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് സൈൻഡ് കൺസെന്റ്? ഒരു സൈൻ ചെയ്തൊരു കൺസെന്റിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ് ആ ഹോസ്പിറ്റലിൽ അത് സൂക്ഷിച്ചു വെക്കുന്നത്? അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് എത്ര ദിവസമാണ്? 30 ആണോ? 30 days ആണ് കേട്ടോ. 30 days ആണ് കേട്ടോ. What is the validity period of signed consent? 30 days ആണ്. What is the validity period of signed consent? 30 days, 30 ദിവസമാണ് കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ, who are vulnerable patients? ആരെയാണ് നമ്മൾ vulnerable patients എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ ആരൊക്കെയാണ് vulnerable patients ആയിട്ടിരിക്കുന്നതെന്ന്? അറിയാമോ ആർക്കെങ്കിലും? ആരെങ്കിലും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു ടേം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ടീച്ചർമാര്? വൾണറബിൾ കൂടുതൽ പിന്നെ രോഗം കൂടുതലായവരാണോ? രോഗം, അതായത് അവശത അനുഭവിക്കുന്നവരുണ്ട്. ഐസിയുലെ പേഷ്യൻസ് വൾണറബിൾ പേഷ്യൻസ് ആണ്. അത് കൂടാതെ മറ്റു ചിലരും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതാം, ഹു ആർ വൾണറബിൾ പേഷ്യൻസ്. നമുക്ക് ഈ ടേം ഈ ചാപ്റ്ററിലും പിന്നെ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ പറയുന്നത്. ഹു ആർ വൾണറബിൾ പേഷ്യൻസ്. ക്വസ്റ്റ്യൻ എഴുതാം, ഹു ആർ വൾണറബിൾ പേഷ്യന്റ്. ഓക്കെ. അതായത് പേഷ്യന്റ്, ഞാൻ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. പേഷ്യൻസ് ബിലോ 12, 12 വയസ്സിൽ താഴെയുള്ളവര് ആരാണ്? വൾണറബിൾ പേഷ്യൻസ് ആണ്. അതുകൂടാതെ 65 ഇയേഴ്സ് എബോവ് 65, 65 വയസ്സിന് മുകളിലുള്ളവരും ആരാണ്? വൾണറബിൾ പേഷ്യൻസ് ആണ്. അതുകൂടാതെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ആളുകള് വൾണറബിൾ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ഹു കനോട്ട് പെർഫോം ADLS. ADLS എന്ന് പറഞ്ഞാല് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ്. അതായത് ദൈനംദിന കാര്യങ്ങള് ചെയ്യാൻ പറ്റാത്ത, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചെയ്യാൻ പറ്റുന്ന ദൈനംദിന കാര്യങ്ങൾ ഉണ്ടല്ലേ, അത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് എന്ന് പറയുന്നത് വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ICU പേഷ്യൻസ് ആരാണ്? അതും വൾണറബിൾ പേഷ്യൻസ് ആണ് കേട്ടോ. അപ്പോ പോയിന്റ്സ് ഓർത്ത് വെക്കുക. Patients below 12 and above 65 are vulnerable patients.
അതുകൂടാതെ ഫിസിക്കലി ചാലഞ്ചഡ് പേഷ്യൻസ് ഹു കനോട്ട് പെർഫോം ADS കേട്ടോ, ADS എന്ന് പറഞ്ഞ ADLS ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്സ്, ICU പേഷ്യൻസ്. ഇത്രയും ആളുകളാണ് വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസ്. ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. പേഷ്യൻസ് ബിലോ 12, ഓക്കെ, പേഷ്യൻസ് ബിലോ 12, patients below 12 and above 65 years, above 65 years, patients below 12 and above 65 years കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് ഫിസിക്കലി ചാലഞ്ചഡ് എഴുതാ കേട്ടോ, താഴെയിട്ട് എഴുതാം. ഫിസിക്കലി ചാലഞ്ചഡ്, physically challenged. And next one, patients who cannot perform ADLS, patients who cannot perform ADLS, okay, patients who cannot perform ADLS, okay, patients who cannot perform ADLS, activities of daily livings കേട്ടോ, activities of daily livings, activities of daily livings. ഇനി നെക്സ്റ്റ് ICU പേഷ്യൻസ് കേട്ടോ. ICU പേഷ്യൻസ് ആരാണ്? വൾണറബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ. ICU പേഷ്യൻസ് വൾണറബിൾ പേഷ്യൻസ് ആണ്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് കേൾക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. വാട്ട് ഈസ് സെന്റിനൽ ഇവന്റ്? ലിസ്റ്റ് ഔട്ട് ഓഫ് ദ എക്സാമ്പിൾ. അപ്പൊ നമ്മള് പലയിടത്തും കാണുന്ന ഒരു വേർഡാണ് സെന്റിനൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇങ്ങനെയുള്ള ചാപ്റ്ററിലും പഠിക്കാനുണ്ട്. സെന്റിനൽ ഈവന്റ്സ് എന്താണ്? ഹോസ്പിറ്റലിൽ നടക്കുന്ന സെന്റിനൽ ഈവന്റ്സ് എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ എന്താണെന്ന്? അറിയാമോ? ഇല്ല അല്ലെ? അപ്പൊ ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. Unexpected occurrence involving permanent injury, death of patient or employee or visitor in the hospital is termed as sentinel event. Okay, an unexpected occurrence involving permanent injury, death of patient or employee or visitor in the hospital is termed as a sentinel event. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ അവിടെ ജോലി എടുക്കുന്ന സ്റ്റാഫിനോ എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അതായത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചുറി, വലിയ രീതിയിലുള്ള ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെത്തോ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ഇൻസിഡന്റിനെ, ആ ഒരു ടൈമാണത് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും കൂടി പറയാം. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ വിസിറ്റേഴ്സിനോ അല്ലെങ്കിൽ അവിടെ ജോലി എടുക്കുന്ന സ്റ്റാഫിനോ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, അതായത് വലിയ ഇഞ്ചുറിയാണ് കേട്ടോ, പെർമനന്റ് ഇഞ്ചുറി എന്നാ പറയുന്നത്. പെർമനന്റ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡെത്തോ സംഭവിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അപ്രതീക്ഷിതമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതിനെ പറയുന്ന പേരാണ് സെന്റിനൽ ഇവന്റ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? സെന്റിനൽ ഇവന്റ് എന്താണ് ഒന്ന് പറഞ്ഞേ. സെന്റിനൽ ഇവന്റ് പെർമനന്റ് ആയിട്ട് ഇഞ്ചുറി സംഭവിക്കുകയോ ഡെത്ത് സംഭവിക്കുകയോ ചെയ്യുന്നതിനാണ് അതിനാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇനി അത് എഴുതിയെടുത്തോളൂ നിങ്ങള്. വാട്ട് ഈസ് സെന്റിനൽ ഇവന്റ്? ലിസ്റ്റ് ഔട്ട് ദ എക്സാമ്പിൾസ്. അതിന് എക്സാമ്പിൾസ് ഉണ്ട്, അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കേട്ടോ, നോട്ട് എഴുതുമ്പോ തന്നെ പറഞ്ഞു തരാം. വാട്ട് ഈസ് ദ സെന്റിനൽ ഇവന്റ്? ലിസ്റ്റ് ഔട്ട് ഓഫ് ദ എക്സാമ്പിൾസ്. Okay, an unexpected occurrence, an unexpected occurrence involving, an unexpected occurrence involving permanent injury,
An unexpected occurrence involving permanent injury. Permanent injury. An unexpected occurrence. Clear ആവുന്നില്ലേ? An unexpected occurrence involving permanent injury. ഒരു സ്ലാഷ് ഇടാ, എന്നിട്ട് എഴുതാ ഡെത്ത് ഓഫ് പേഷ്യന്റ്, ഡെത്ത് ഓഫ് പേഷ്യന്റ്, death of patient or employee or employee or employee or visitor or visitor in the hospital, in the hospital, in the hospital is termed as sentinel event. Okay, is termed as sentinel event. ഒന്നുകൂടി വായിക്കാം. An unexpected occurrence involving permanent injury, death of patient or employee or visitor in the hospital is termed as sentinel event. Okay. ഇനി അതിന് ചില എക്സാമ്പിൾസ് ആണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് വൺ എക്സാമ്പിൾസ് എന്ന് കൊടുത്തിട്ട് എഴുതാ. സർജറി പെർഫോമഡ് ഇൻ ദ റോങ് ബോഡി പാർട്ട്. അതായത് നമ്മള് സർജറി ചെയ്യുമ്പോഴെന്താണ്, ബോഡി പാർട്ടില് തെറ്റായിട്ടുള്ള ബോഡി പാർട്ട് നോക്കി സർജറി ചെയ്യുക. അത് ഒരു സെന്റിനൽ ഇവന്റ് ആണ്. സർജൻസിന് എന്താണ്, ചിലപ്പോൾ അതാണ് മിസ്റ്റേക്ക് വരും അല്ലെ. ചില പേഷ്യൻസിന് എന്താണ്, ബോഡി പാർട്ട് മാറിപ്പോവാറുണ്ട്. ചിലപ്പോൾ തലയ്ക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, ചിലപ്പോ എന്താണ്, നടുവിനായിരിക്കും ചിലപ്പോ ആ സർജൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബോഡി പാർട്ട് മാറിപ്പോകുന്നത് അതൊരു സെന്റിനൽ ഇവന്റ് ആണ് കേട്ടോ. ഓക്കെ, സർജറി പെർഫോമഡ് ഇൻ ദ റോങ് ബോഡി പാർട്ട്. ഓക്കെ, സർജറി പെർഫോമഡ് ഇൻ ദ റോങ് ബോഡി പാർട്ട് എഴുതാം കേട്ടോ. സർജറി പെർഫോമഡ് ഇൻ ദ റോങ് ബോഡി പാർട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തത് മെഡിക്കേഷൻ ഇറർ. മെഡിക്കേഷൻ ഇറർ സംഭവിക്കുന്നത്, രോഗികൾക്കൊക്കെ മരുന്നുകൾ മാറിക്കൊടുക്കുന്നത് എന്താണ്, അതും ഒരു സെന്റിനൽ ഇവന്റ് ആണ്. സെന്റിനൽ ഇവന്റ് ആണ് കേട്ടോ. മെഡിക്കേഷൻ ഇറർ, മെഡിക്കേഷൻ ഇറർ, മെഡിക്കേഷൻ ഇറർ. പിന്നെ പേഷ്യന്റ് ഫാൾ, പേഷ്യന്റ് ഫാൾ, പേഷ്യന്റ് വീഴുന്നത്. ചിലപ്പോ എന്താണ്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്താണ്, ഹോസ്പിറ്റലൊക്കെ വരുമ്പോ ചിലപ്പോ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആവാം, എന്താണ് ചിലപ്പോ ഒക്കെ വീണെന്നൊക്കെ വരാം അവിടെ തന്നെ അല്ലെ. അപ്പൊ അതും എന്താണ്, ഒരു സെന്റിനൽ ഇവന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് ഫാൾ, FALL കേട്ടോ. അതുപോലെ തന്നെ ഡിസ്ചാർജ് ഓഫ് റോങ് പേഴ്സൺ, ഡിസ്ചാർജ് ഓഫ് റോങ് പേഴ്സൺ, അതായത് തെറ്റായ ആളുകൾക്ക് ഡിസ്ചാർജ് കൊടുക്കുക. ഓക്കെ, ശരിയായ ആളുകളല്ല, ചിലപ്പോ എന്താണ്, രോഗം ഭേദമാകാത്ത, അതായത് രോഗം ഭേദമായ ആളും രോഗം ഭേദമാകാത്ത ആളും ഉണ്ടാവും അവിടെ. അപ്പൊ എന്താണ്, രോഗം ഭേദമായിട്ടുള്ള ആളുകൾക്ക് ആളിന് പകരം രോഗം എന്താണ്, ഭേദമാകാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് എഴുതി കൊടുത്തെന്ന് വരും. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ എന്താണ്, ഇത് രോഗിയുടെ എന്താ പറയാ, മൂന്നാമത്തെ പറയണം മോളെ. പേഷ്യന്റ് ഫോൾ കേട്ടോ. പേഷ്യന്റ് ഫോൾ, പേഷ്യന്റ് വീഴുന്നത്, FALL കേട്ടോ, മൂന്നാമത്തത്. പിന്നെ ഡിസ്ചാർജ് ഓഫ് റോങ് പേഴ്സൺ. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് ആകുമ്പോ എന്താണ്, ആൾക്ക് രോഗം കൂടുതലാകാനായിട്ട് സാധ്യതയുണ്ട്, ചിലപ്പോ ഡെത്ത് സംഭവിച്ചെന്നും വരാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തില്, സെക്സ്വൽ അസാൾട്ട് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. സെക്സ്വൽ അസാൾട്ട് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, സെക്സ്വൽ അസാൾട്ട്, അസാൾട്ട് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി.
ഓക്കെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഉള്ളിൽ വെച്ച് തന്നെ സെക്സ്വൽ ആയിട്ട് അസാൾട്ട് നേരിടുക, അതായത് ലൈംഗികാതിക്രമണം നേരിടുക. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ നടക്കുന്ന അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, സെന്റിനൽ ഇവന്റ് ആണ് കേട്ടോ. സെക്സ്വൽ അസാൾട്ട് വിത്തിൻ ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഓക്കെ, ഇനി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ നിങ്ങള്? കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് സറോഗേറ്റ് കൺസെന്റ്. വാട്ട് ഈസ് സറോഗേറ്റ് കൺസെന്റ്? നമ്മൾ കൺസെന്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ട്. സറോഗേറ്റ് കൺസെന്റ് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? സറോഗേറ്റ് കൺസെന്റ് അറിയാമോ? കൺസെന്റ് എന്താ? കൺസെന്റ് എന്താ? അനുവാദം അല്ലെങ്കിൽ സമ്മതപത്രം. അല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സ് കൊടുക്കുന്ന ഇതാണ് അനുവാദമുള്ള സമ്മതപത്രമാണ് കൺസെന്റ് എന്ന് പറയുന്നത്. അപ്പോ സറോഗേറ്റ് കൺസെന്റ് എന്ന് പറഞ്ഞാല് കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ് ഓർ ഫാമിലി മെമ്പർ ഓഫ് ദ പേഷ്യന്റ് ഇൻ എ സിറ്റുവേഷൻ വെൻ പേഷ്യന്റ് ഈസ് നോട്ട് ഇൻ എ position to give his own signature or in case of the patient is below 80 years of age. അതായത് എന്താ, പേഷ്യന്റിന് സൈൻ ചെയ്യാൻ കഴിയാത്ത വരുന്ന സാഹചര്യത്തിൽ പേഷ്യന്റ് റിലേറ്റീവ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആരാണോ ബൈസ്റ്റാൻഡർ അവർക്ക് ചെയ്യാം. ബൈസ്റ്റാൻഡർ സ്പൗസ് അല്ലെങ്കിൽ എന്താണ്, ഒരു ഫാമിലി മെമ്പർ പേഷ്യന്റിന് സൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ് ഇവര് കൺസെന്റ് കൊടുക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ എന്താണ് അവർക്ക് സൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവരുടെ എന്താ പറയാ ഗാർഡിയനോ അല്ലെങ്കിൽ റിലേറ്റീവോ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈനിങ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, സറോഗേറ്റ് കൺസെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കൺസെന്റ് വേറെയാണ്, സറോഗേറ്റ് കൺസെന്റ് വേറെയാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഓർത്തിരിക്കാം. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് സറോഗേറ്റ് കൺസെന്റ്? സറോഗേറ്റ് മീൻസ് SURROGATE. ഓക്കെ, SURROGATE, സറോഗേറ്റ് കൺസെന്റ്. എക്സ്പ്ലനേഷൻ എഴുതിക്കോളൂ. കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ്. കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ്. ഇതൊരു സ്ലാഷ് ഇട്ടിട്ട് എഴുതാം. ഫാമിലി മെമ്പർ ഓഫ് ദ പേഷ്യന്റ്. Family member of the patient. Consent signed by a spouse, family member of the patient in a situation when patient is not in a position, when patient is not in a position, when patient is not in a position, when patient is not in a position to give his own signature, OWN ആണ് കേട്ടോ, own signature, or in case the patient is below 80 years of age, or in case the patient is below 80 years of age. Okay, ഒന്നും കൂടി മിസ് വായിക്കാം കേട്ടോ. വാട്ട് ഈസ് സറോഗേറ്റ് കൺസെന്റ്? കൺസെന്റ് സൈൻഡ് ബൈ എ സ്പൗസ്, family member of the patient in a situation when patient is not in a position to give his own signature, or in case the patient is below 80 years of age. ഇതാണ് സറോഗേറ്റ് കൺസെന്റ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. മനസ്സിലായി അല്ലെ? ഇനി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻസ് പറയാം. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഓപ്ഷൻ വേണോ നിങ്ങൾക്ക്? ഓപ്ഷൻ വേണ്ടേ? വേണം.
വേണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയിടുക. അല്ല, ഞാൻ ക്വസ്റ്റ്യൻ എവിടെയാണ് നിർത്തിയത്? NABL അല്ലേ? അതെ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, the legal complaints for radiology the legal complaints for radiology ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതാം. ഇമേജിംഗ് എക്യുപ്മെന്റ്സ് are governed by which of the following bodies? Okay, first question എഴുതാം. The legal complaints for radiology imaging equipments are governed by which of the following bodies? ട്ടോ, എഴുതാം. എന്നിട്ട് ഓപ്ഷൻ എഴുതാം കേട്ടോ. ഓപ്ഷൻ എ NABH. ഓപ്ഷൻ എ NABH. നിങ്ങള് ഫുൾ ഞാനത് പറഞ്ഞു തന്നാണല്ലേ, ക്വസ്റ്റ്യൻ ആണല്ലേ. NABH എഴുതാം. ഓപ്ഷൻ ബി AERB കേട്ടോ. AERB മീൻസ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB. ഓക്കെ, ഓപ്ഷൻ സി ISO. ഓപ്ഷൻ ഡി GPCB. GPCB എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഗുജറാത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയാണ് GPCB എന്ന് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. The legal complaints for radiology imaging equipments are governed by which of the following bodies? Option A NABH. Option B AERB. Option C ISO. Option D GPCB. Okay, ക്വസ്റ്റ്യൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അറിയാവുന്നവരെ അപ്പൊ ടിക്ക് ചെയ്ത് പോവാ. അറിയാൻ പാടില്ലാത്ത ലാസ്റ്റ് ഒരു 5 മിനിറ്റ് തരാം, ആ സമയത്തിനുള്ളിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ പറഞ്ഞോട്ടെ, അറിയട്ടെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following are the criteria of identifying a vulnerable patient? Which of the following are the criteria of identifying a vulnerable patient? Which of the following are the criteria of identifying a vulnerable patient? Option A elderly, above 60 years of age. ബ്രാക്കറ്റിൽ എഴുതാം കേട്ടോ. അതിന്റെ എൽഡർലി എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ എഴുതാം above 60 years of age. ഓക്കെ, ഓപ്ഷൻ ബി എഴുതാം. ചിൽഡ്രൻ ബിലോ 12 years of age. ഇനി ഓപ്ഷൻ സി എഴുതാം. ഫിസിക്കലി മെന്റലി ഇൽ പേഷ്യന്റ്. ഓപ്ഷൻ ഡി എഴുതാം. all of the above. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. Which of the following are the criteria of identifying a vulnerable patient? Option A elderly, above 60 years of age. Option B children below 12 years of age. Option C physically mentally ill patient. Option D all of the above. Okay, next one. Which of this is not the type of incidence? Okay,
താഴെയുള്ളതില് ഏതാണ് ഇൻസിഡൻസ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഓപ്ഷൻ പേഷ്യന്റ് ഫോൾ. പേഷ്യന്റ് ഫോൾ. സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. ഓപ്ഷൻ സി drug reaction. Drug reaction. Option D medication error. Option D medication error. Okay. ഒന്നുകൂടി വായിക്കാം. Which of these is not the type of incidence? Option A patient fall. Option B registration of the patient. Option C drug reaction. Option D medication error. Okay. Next question. Which of the following committee analyzes the performance indicators of each department? എഴുതി കഴിഞ്ഞില്ല. ഒന്നുകൂടി പറയാം മോളെ. Which of the following committee analyzes? Which of the following committee analyzes the performance indicators of each department? So the following committee analyzes the performance indicators of each department. Option A, Quality Assurance Committee. Option A, Quality Assurance Committee. Option B, Medical Audit Committee. Okay. Option A, Quality Assurance Committee. Option B, Medical Audit Committee. Option C, Pharmacy and Therapeutic Committee. Pharmacy and Therapeutic Committee. Option D, all of the above. Option D, all of the above. Okay. Which of the following committee analyzes the performance indicators of each department? Option A, Quality Assurance Committee. Option B, Medical Audit Committee. Option C, Pharmacy and Therapeutic Committee. Option D, all of the above. Okay. Next question. The following committee addresses the female staff. The female staff concerns and complaints. Related to any physical or verbal abuse. Any physical or verbal abuse. The following committee addresses the female staff concerns and complaints related to any physical or verbal abuse. Question complete ആയോ? Option പറഞ്ഞോട്ടെ. Question complete. Okay. Option A, Hospital Infection Control Committee. Option A, Hospital Infection Control Committee. Option B, Grievances Redressal Committee. Grievances Redressal Committee.
grievances redressal committee. Option C, internal complaint committee. Okay, option C, internal complaint committee. Option C, internal complaint committee. Option D, ethics committee. Option D, ethics committee. Okay, next question. Which of the following are the hospital infection control measures? Which of the following are the hospital infection control measures? Which of the following are the hospital infection control measures? Option A, hand hygiene. Option A, hand hygiene. Option B, personal protective equipment. Option B, personal protective equipment. Option C, safe handling of disposable and sharps. Safe handling of disposables and sharps. Disposable, DISPOSABLES, and sharps, SHARPS. Option D, all of the above. Option D, all of the above. Okay, എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. Yes. Yes. Next one. Which of the following NAB chapter? Which of the following NAB chapter? അതെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ക്വസ്റ്റ്യൻ എഴുതുന്നതിന് മുമ്പായിട്ട് ഈ സ്ലൈഡ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് കണ്ടോ, നാബ് സ്റ്റാൻഡേർഡ്സിൽ, അതായത് നമ്മുടെ സ്ലൈഡിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. നാബ് സ്റ്റാൻഡേർഡ്സിൽ പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന 5 എണ്ണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന 5 എണ്ണം. ഈ രണ്ടും കൂടി ചേർന്ന് ആകെ മൊത്തം എത്രയുണ്ട്? ടോട്ടൽ 10 ഉള്ളൂ. 10 ഉള്ളൂ. ആ 10 എന്ന് പറയുന്നത് എന്താണ്? നാബിന്റെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. എന്താണ് ഇത് പറയുന്നത്? നാബ് ചാപ്റ്ററുകളാണ് ഈ കൊടുത്തിരിക്കുന്ന 10 ഓക്കെ, അത് ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല ഇതാണ് ചാപ്റ്റേഴ്സ് എന്ന് കേട്ടോ. ഞാൻ വേറെ റെഫർ ചെയ്തപ്പോ കണ്ടതാണ്. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലെ 5 എണ്ണം, അതുപോലെ ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലെ 5 എണ്ണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്? ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. AAC എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അവിടെ എന്താണ് ഈ AAC ചാപ്റ്റർ ആണോ അല്ലയോ എന്ന് കേട്ടോ. അപ്പൊ അറിഞ്ഞിരിക്കുക, ഈ 5 എണ്ണം അതുപോലെ തന്നെ താഴത്തെ 5 എണ്ണം കൂടി ചേർത്ത് 10 പോയിന്റ്സ് എന്ന് പറയുന്നത് 10 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ പറയുന്നേ. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്?
ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. 5 അതുപോലെ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ്. നാബിന്റെ 10 ചാപ്റ്റേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് നാബ് ചാപ്റ്റർ NAB കേട്ടോ, NABH chapter addresses the registration and admission of the patients. The registration and admission of the patients. Which of the following NAB chapter addresses registration and admission of the patients? Okay. അപ്പോ ഓപ്ഷൻ എ എഴുതാം. ചാപ്റ്റർ 4 പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ. അത് ഷോർട്ട് ആയിട്ടായാലും എഴുതിയാൽ മതി, PRE എന്ന് എഴുതിയാൽ മതി കേട്ടോ. ചാപ്റ്റർ 4 PRE. ചാപ്റ്റർ 5 HIC. ചാപ്റ്റർ 5 HIC. ചാപ്റ്റർ 1 AAC. ചാപ്റ്റർ 1 AAC. ചാപ്റ്റർ 8 FMS. ചാപ്റ്റർ 8 FMS. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, ഫുൾ ഫോം പറയാം. ചാപ്റ്റർ 4 പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ PRE. ചാപ്റ്റർ 5 ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ HIC. ചാപ്റ്റർ 1 ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC. ചാപ്റ്റർ 8 ഫെസിലിറ്റി ആൻഡ് മാനേജ്മെന്റ് സേഫ്റ്റി FMS. ഓക്കെ, അതൊന്ന് ആൻസർ ചെയ്യാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസർ ചെയ്ത് നോക്കിയത്. Okay. Next question. Which of the following are employees' right? Which of the following are employees' right? Which of the following are employees' right? So the following are employees' right. First one, option A, to be treated equally without discrimination. To be treated equally without discrimination. To be treated equally. To be treated equally without discrimination. To be treated equally without discrimination. Option B, follow the organizational discipline. Option B, follow the organizational discipline. Follow the organizational discipline. Okay. Option C, to address the grievances in any appropriate manner. To address the grievance in any appropriate manner. To address the grievance in any appropriate manner.
ലാസ്റ്റ് ഓപ്ഷൻ none of the above. None of the above. Okay. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? എത്ര ക്വസ്റ്റ്യൻ ആയി? എത്ര എണ്ണം ആയി? കേൾക്കാൻ പറ്റുന്നില്ലേ? 12. 12 ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, how many chapters, standards and objective elements are there in NAP? How many chapters, standards and objective elements are there in NAP? Okay. How many chapters, standards and objective elements are there in NAP? ഓക്കെ, അത് നിങ്ങളൊന്ന് തനിയെ എഴുതി നോക്കിയേ, ഓപ്ഷൻ ഇല്ലാണ്ട്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, എത്ര സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ഉണ്ടെന്ന്. How many chapters, standards and objective elements are there in NAP? പത്ത് 100 651. അത് എഴുത്, ആൻസർ എഴുതിട്ടോ, പറയണ്ട, ആൻസർ എഴുതിട്ടോ, പിന്നെ പറയാം. എത്ര ചാപ്റ്ററുകളാണ് ഉള്ളത്, എത്ര സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്, എത്ര ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഉള്ളത്. ആ 3 കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതണ്ട. അതിനകത്ത് കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽ പെടുന്ന എത്ര എണ്ണമാണ്, അല്ലെങ്കിൽ കോർ കാറ്റഗറി, അതൊന്നും വേണ്ട. ചാപ്റ്റേഴ്സ്, സ്റ്റാൻഡേർഡ്സ്, ഒബ്ജക്റ്റീവ് എലമെന്റ്സ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നല്ലത്? 13 അതെ. അതെ, ഓക്കെ. ഇനി ഞാൻ 14th ക്വസ്റ്റ്യൻ പറയാൻ പോവാണ്. Which of the following is not a patient-centered chapter in NAB? Which of the following is not a patient-centered chapter in NAB? Centered. Centered ട്ടോ, centered. CENTERED, centered. Which of the following is not a patient-centered chapter in NAB? Option A, patient rights and education, PRE. Option A, patient rights and education, PRE. Option B, hospital infection control, HIC. Hospital infection control, HIC. Option C, human resource management, HRM. Option C, human resource management, HRM. And option D, care of patient. Option D, care of patient. ഒന്നുകൂടി വായിക്കാം. Which of the following is not a patient-centered chapter in NAB? Option A, patient right and education, PRE. Option B, hospital infection control, HIC. Option C, human resource management, HRM. Option D, care of patient, COP. കേട്ടോ? Okay. ലാസ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്, പക്ഷെ നമുക്കത് പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ. ട്രിപ്പിൾ സെവൻ 3 7 ഇടുക കേട്ടോ, 3 7 എഴുതുക, 3 7 എഴുതുക. 777 is the code for which of the following incidents? നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, അറിയാമോന്ന് അറിയില്ല, ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ.
777 is the code for which of the following incidents? Option A, cardiac arrest. Option A, cardiac arrest. Option B, earthquake. Earthquake. ഭൂകമ്പമില്ലേ, ഭൂമികുലുക്കമില്ല, earthquake. Option C, fire. Option D, flood. 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 Option A, cardiac arrest. Option B, earthquake. Option C, fire. Option D, flood. കേട്ടോ? അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 777 is the code for which of the following incidents. കേട്ടോ, incidents. കേട്ടോ, സംഭവം. INCIDENCES. Incidents. പതിനഞ്ച് ക്വസ്റ്റ്യൻ ആയില്ലേ? ഇനി ആൻസർ ചെയ്യാത്തവരൊന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ആൻസർ ചെയ്തോ? അല്ലെങ്കിൽ ആൻസർ പറയാനാണ് കേട്ടോ. ആൻസർ ചെയ്യാത്തവരുണ്ടാരെങ്കിലും? ടിക്കറ്റ് പോവാത്തവരുണ്ടോ? ഉണ്ടോ? ടിക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും കഴിഞ്ഞോ? എല്ലാവരുടെയും കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. കഴിഞ്ഞെങ്കിൽ പറയാട്ടോ. ആൻസർ പറയാനാണ്. ആൻസർ പറഞ്ഞോട്ടെ? കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞു അല്ലെ? അപ്പൊ ആൻസർ പറയാണ്. വാട്ട് ഈസ് നാബ് കേട്ടോ? എന്താണ് നാബ്? അറിയാമോ? ഓക്കെ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആണ് നാബ്. ഇനി വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ISO? എന്താണ് ISO? ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. ഓക്കെ, വെരി ഗുഡ്. NABL എന്താണ്? NABL നാഷണൽ അക്രഡിറ്റേഷൻ ഓക്കെ.
നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ് ആണ് അല്ലെ. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ്? ദ ലീഗൽ കംപ്ലൈന്റ്സ് ഫോർ റേഡിയോളജി ഇമേജിംഗ് എക്യുപ്മെന്റ്സ് ആർ ഗവേൺഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബോഡീസ്? ഏതാണ്? അല്ല, ഞാൻ പറഞ്ഞത് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് ഹോസ്പിറ്റലിൽ നിയന്ത്രിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്. അതോറിറ്റിയുടെ പേരാണ് AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. അതാണ് ആ കമ്മിറ്റി കേട്ടോ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ. തെറ്റിയവര് ശ്രദ്ധിച്ച് ഇതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി which of the following are the criteria of identifying a vulnerable patient? ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. ഏതാണ്? ശരിക്കും നോക്കുകയാണ് ചെയ്ത എല്ലാതും വരില്ലേ? എന്താ? എൽഡർലി അബവ് 60 years എന്ന് പറഞ്ഞാൽ 65 അബവ് തന്നെ അല്ലേ? അതെ 65 എബോവ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഫിസിക്കലി ആൻഡ് മെന്റലി ഇല്ലായാലും ശരിക്ക് വരൂലേ? അത് വരും, എല്ലാവരും വരും. ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നതിന്റെ. ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ. വിച്ച് ഓഫ് ദിസ് ഈസ് നോട്ട് ദ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്? ഏതാണ് ഇൻസിഡൻസ് അല്ലാത്തത്? അതെ രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ് ആണ്, അല്ല ഇൻസിഡന്റ് അല്ലാത്തത് കേട്ടോ. ഓക്കെ. ഇനി which of the following committee analyzes the performance indicators of each department? ഏതാ? ക്വാളിറ്റി അഷുറൻസ് ആണ്. ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റി ആണ് കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് കമ്മിറ്റിയാണ് പെർഫോമൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മള് ആദ്യം തുടങ്ങിയേ പറയുന്നതാണ് പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ക്വാളിറ്റി അഷുറൻസ് ആണെന്ന് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് ദ ഫോളോവിംഗ് കമ്മിറ്റി അഡ്രസ്സസ് ദ ഫീമെയിൽ സ്റ്റാഫ് കൺസേൺസ് ആൻഡ് കംപ്ലൈന്റ്സ് റിലേറ്റഡ് ടു എനി ഫിസിക്കൽ ഓർ വെർബൽ അബ്യൂസ്. ഇന്നലെ പറഞ്ഞാണ് ഞാൻ ക്ലാസ്സിൽ. എന്താ? ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ആണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സ്? ഏതാ വരിക? All of the above. കേട്ടോ. ഓൾ ഓഫ് ദ എബോവ് ആണ് വരിക. ഇനി വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നാബ് ചാപ്റ്റർ? അതല്ലേ പറഞ്ഞത്? ആ ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് നാബ് ചാപ്റ്റർ അഡ്രസ്സസ് ദ രജിസ്ട്രേഷൻ ആൻഡ് അഡ്മിഷൻ ദ പേഷ്യൻസ്? AAC ആണ് അല്ലെ, നമ്മൾ പഠിച്ചതാണല്ലേ. AACയിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നതാണ് വ്യക്തമായിട്ടല്ല. എല്ലാത്തിലും വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കാം കേട്ടോ. അപ്പോ ചാപ്റ്റർ 1 ആക്സസ് അസസ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ AAC ആണ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ എംപ്ലോയീസ് റൈറ്റ് ആണോ? അതിനകത്ത് ഏതാ വരിക? To be treated equally without discrimination. അതാണ് വരിക കേട്ടോ. To be treated equally without discrimination. ഇനി ഏതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നേ? പറഞ്ഞേ എത്രയാ? അതെവിടെ ഉണ്ടല്ലേ? സ്ലൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. എത്രയാ ആദ്യം നോക്കിയേ. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്, 100 സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, 651 ലെസൺസ് ഉണ്ട്. 651 ഒബ്ജക്റ്റീവ് എലമെന്റ്സ് എന്തുണ്ട് ഈ ഒരു നാബില് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ പേഷ്യൻ സെന്റേർഡ് ചാപ്റ്റർ ഇൻ നാബ് അല്ലേ? എന്താണ് ഏതാണ് വരിക? പറഞ്ഞേ. HR ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നോക്കിയേ, അത് ഏതിനാണ് വരുന്നേ?
ഇതിനകത്ത് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലല്ല HRM വരുന്നത്, ഓർഗനൈസേഷൻ സെന്റേർഡ് സ്റ്റാൻഡേർഡ്സിലാണ് HRM വരുന്നത്. കഴിഞ്ഞോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ. ഏതാ, ഏത് ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതാണ് ആ കോഡ്? 777 നല്ല നമ്പർ അല്ലേ? ഫയർ ആണ് കേട്ടോ. ഫയർ ഞാൻ ഫയർ എഴുതി. ഓക്കെ, ഫയർ ആണ് കേട്ടോ. ആൻസർ ഫയർ ആണ്. 777 ഫയർ ആണ്. 777 ഫയർ ആണ്. ഓക്കെ, എത്ര മാർക്ക് ഉണ്ട്? 15-ൽ 15 ആർക്കെങ്കിലും ഉണ്ടോ? ആർക്കും ഇല്ല. ഉണ്ടോ? ശരണ്യൊക്കെ ഉണ്ടോ? ഇല്ല ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്ന. എണ്ണിക്കോട്ടോ. എണ്ണ എത്ര എണ്ണിക്കോ? ഉണ്ടോ? എനിക്ക് ഒന്ന് തെറ്റിപ്പോയി. 2 തെറ്റി. ഷിനുവിന് എത്രയുണ്ട്? ഷിനു 13. ആശയ്ക്കോ? 4 തെറ്റിയോ? ടീച്ചർ ഇന്നലത്തെ ക്ലാസ്സിന് ഞാൻ ഉണ്ടായിരുന്നില്ല, എനിക്കൊരു 3 തെറ്റിയിട്ടുണ്ട്. 3 തെറ്റിപ്പോയി. അല്ലാത്തൊക്കെ റെഡി ആയല്ലേ? സജിനയോ? 11. 4 തെറ്റി. അജിസിന് എത്ര ശരിയായി? ക്ലാസ്സിലില്ലായിരുന്നോ? റെജീനക്ക് എത്ര ശരിയായി? എനിക്ക് 12 ശരിയായി. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ വെറുതെ കറക്കി കുത്തിയതാണ്. റിൻസിയോ? റിൻസി 11. ഓക്കെ, ശരണ്യ എണ്ണിക്കഴിഞ്ഞോ? 11 അല്ലേ? റിൻഷ 10. 10ഓ? എനിക്ക് 2 കിട്ടിയിട്ടുണ്ട്. 13 അല്ലേ? 13 ശരിയായല്ലേ? ഓക്കെ, ഞാനിപ്പോ ഒന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ എനിക്ക് അത്ര ആക്റ്റീവായിട്ട് തോന്നിയില്ല കുറച്ച് ദിവസമായിട്ട് ഈ ക്ലാസ്സിൽ കയറിയപ്പോ. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിപ്പിക്കാന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് ഇന്നലെ. ഇരുന്ന് കുത്തിപ്പിടിച്ച് എഴുതി കൊണ്ടുവന്നതാ, ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ കിട്ടി, കുഴപ്പമില്ല അല്ലെ? എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ്? എന്താ? മൂന്നാമത്തെ മൊഡ്യൂള് എല്ലാ ചാപ്റ്റേഴ്സും തലയിലേക്ക് ഇങ്ങനെ കേറുന്നില്ല. അത് ഇടയ്ക്ക് ഞാൻ ചെയ്യിപ്പിക്കാം കേട്ടോ. എന്റെ മാത്രല്ല എല്ലാ ചാപ്റ്റേഴ്സും ഭയങ്കര, എല്ലാ ചാപ്റ്റേഴ്സും പാടാണല്ലേ? അതായത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കാരണം ഈ ചാപ്റ്റർ പാടായതുകൊണ്ടേ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് എത്രത്തോളം പഠിച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും മിക്കവാറും ഞാൻ കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് വെള്ളിയാഴ്ച ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള എക്സാമുകൾ ഞാൻ നടത്തുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും. അപ്പൊ ആരും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് കേട്ടോ. പറഞ്ഞേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് എടുക്കാം കേട്ടോ. മിസ്സിന്റെ എത്ര ചാപ്റ്റർ ഉണ്ട്? എനിക്ക് 5 ചാപ്റ്റർ ആണ്. അല്ല, ഈ മൊഡ്യൂളില് എത്ര 2-3 മൂന്നെണ്ണല്ലേ ഉള്ളൂ. 3 നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടല്ലേ? ഉണ്ട്. 3 ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ. 3. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണെന്നല്ല പറഞ്ഞല്ലേ. നാബ് ഡോക്യുമെന്റേഷൻ റിക്വയർമെന്റ് വരെ പറഞ്ഞു. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്യിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. അതായത് നാബ്, അതായത് ഹോസ്പിറ്റലുകൾക്ക് നാബ് കൊടുക്കുന്ന, അതായത് ഹോസ്പിറ്റലുകളുടെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലേ, അവര് കാഴ്ചവെക്കുന്ന ചില പെർഫോമൻസുകൾ ഉണ്ട്. ആ പെർഫോമൻസിന് കൊടുക്കുന്ന മാർക്കാണെന്ത്? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആ ഒരു പെർഫോമൻസിനെ നോക്കിയിട്ടാണ് നാബ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന പെർഫോമൻസ്, അതായത് ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഓരോരോ കാര്യങ്ങളിൽ അവര് ആക്റ്റീവാണ്. അതായത് ഒരു മേഖലയിൽ മാത്രമല്ല,
പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഹോസ്പിറ്റലില്, എന്താണ് പല ആളുകളുണ്ട്. അപ്പൊ എന്താണ് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളില് അവർ ചെയ്യുന്ന കാര്യങ്ങളില് ആ ഒരു പെർഫോമൻസ്, അവരുടെ പ്രകടനം എങ്ങനെയാണെന്ന് വിലയിരുത്താനായിട്ട് നാബ് കൊടുക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ എന്താണ് ഒരു സ്കോർ കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോ താഴെ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഇത് നോക്കിയേ. ഇത്രയും കാര്യങ്ങള് നോക്കിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, നാബ് അക്രഡിറ്റേഷൻ ഒരു ഹോസ്പിറ്റലിന് കൊടുക്കുന്നത് കേട്ടോ. അപ്പോ ഓർത്തു വെക്കുക, നാബിന്റെ അക്രഡിറ്റേഷൻ ലഭിക്കാനായിട്ട് ചില കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ചില പെർഫോമൻസ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നാബ് എന്ത് കൊടുക്കുന്നത്, അക്രഡിറ്റേഷൻ അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിക്കാൻ വേണ്ടി നാബ് നോക്കുന്നത് അല്ലെങ്കിൽ നാബ് ഒബ്സർവ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ കാര്യങ്ങളിൽ അവർക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് അക്രഡിറ്റേഷൻ എന്തായാലും കൊടുത്തിരിക്കും കേട്ടോ. അപ്പോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റ് ഓഫ് ഇൻഡോർ പേഷ്യന്റ്. അതായത് ഇൻഡോർ പേഷ്യന്റ് അഥവാ ഇൻപേഷ്യന്റ് അല്ലെ, കിടക്കകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ, അവരുടെ അസസ്മെന്റിന് എടുക്കുന്ന സമയം. ഓക്കെ, അത് നോക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കുറെ നേരം പേഷ്യന്റ് വന്നു, പേഷ്യന്റ് അഡ്മിറ്റ് ആയി, അവർ അസസ് ചെയ്യാനായിട്ട് കുറെ അധികം ടൈം എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റലിൽ എന്താണ് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണോ അവിടെ കാഴ്ചവെക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ, ആണോ? ആണോ അല്ലയോ? അല്ല അല്ല അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള പേഷ്യന്റിന് അവരുടെ അസസ്മെന്റിന് എടുക്കുന്ന സമയം ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. അപ്പൊ എന്താണ് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന്റെ അസസ്മെന്റ് മാത്രമല്ല, അഡ്മിറ്റ് ആയിട്ട് പിന്നെ ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യന്റിന് എടുക്കുന്ന സമയം. അതായത് ഇപ്പൊ ഡിസ്ചാർജ് രാവിലെ വന്ന് ഡോക്ടർ എഴുതി കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ സാധിക്കുക ചിലപ്പോ ഈവനിങ്ങോ അല്ലെങ്കിൽ നൈറ്റോ ആയിരിക്കും അല്ലെ. അപ്പൊ ആ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ആണ് അല്ലെ. കാരണം രാവിലെ ഡിസ്ചാർജ് ചെയ്തതാണ്, പക്ഷെ പോകാൻ സാധിക്കുന്നത് എപ്പോഴാണ്? വൈകിട്ടാണ്. അപ്പൊ ആ ഡിസ്ചാർജിന് എടുക്കുന്ന സമയം എത്രത്തോളം വളരെ പെട്ടെന്നാണ് ഡിസ്ചാർജ് ഡോക്ടർ കൊടുത്ത് ഹോസ്പിറ്റലിൽ അവര് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത് നല്ലൊരു പെർഫോമൻസ് ആണ്. അങ്ങനെയല്ല എങ്കിൽ എന്താണ് അതൊരു ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ ഓൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ കണക്റ്റഡ് പ്രഷർ ഓൾക്കേഴ്സ് ആഫ്റ്റർ അഡ്മിഷൻ അതെന്ന് പറഞ്ഞാല് ഇപ്പോ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, ഈ പേഷ്യൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ് ബെഡിൽ തന്നെയായിരിക്കും കിടക്കുക അല്ലെ. ഒരു പ്രൊലോങ്ഡ് ടൈം എന്ത് ചെയ്യും, ഇവർ ബെഡിൽ തന്നെയായിരിക്കും കിടന്നിട്ടുണ്ടാവുക. അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അതായത് കുറെ നാള് നമ്മളിങ്ങനെ ഒറ്റക്കിടപ്പ് തന്നെ കിടന്നാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡിയില് സ്കിന്നില് അതുപോലെ തന്നെ ബോഡിയുടെ ടിഷ്യൂ അങ്ങനെയുള്ള ഇതിലൊക്കെ എന്താണ് ഇഞ്ചുറി പറ്റാനായിട്ട് ഇടയുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡാമേജ് പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റുകയോ ചെയ്യും ഇങ്ങനെ കുറെ നാള് നമ്മൾ ആ ബെഡിൽ തന്നെ കിടക്കുമ്പോൾ. അപ്പോ അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇൻസിഡൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് നോക്കൂ. അതെന്താണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഒന്നും കൂടി ഞാൻ പറയാം. എന്താ മോളെ ആ വാക്കിനെന്താ, അതിന്റെ അർത്ഥം എന്താ? ഓൾക്കേഴ്സ് എന്നാ പറയുന്നത്, പ്രഷർ ഓൾക്കേഴ്സ്. അത് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. കൊറേ ബെഡിൽ കിടന്ന ബെഡ് സോറ് വരും, ബെഡ് സോറ്. ബെഡ് സോറ്. ഇപ്പൊ സഫിയ പറഞ്ഞതാണ് അതിന്റെ ഇത് കേട്ടോ. സോറെന്നാണ്, സോറാണ് സഫിയ. ബെഡ് സോർ, SOR കേട്ടോ. കുറെ നാള് ബെഡില് കിടന്നു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ബോഡിയിൽ എന്താണ് സ്കിന്നിനോ ടിഷ്യൂനോ എന്ത് പറ്റും, ഡാമേജ് സംഭവിക്കും അല്ലെങ്കിൽ എന്താണ് ഒരു ഇഞ്ചുറി പറ്റും. അതിനെയാണ് ഈ പ്രഷർ ഓൾക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു റേറ്റ് അങ്ങനെ ആ ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ള പേഷ്യൻസ് എത്ര എണ്ണം ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസ് നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അന്ന് നോക്കുന്നത് എന്താണ് ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒരു ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. നടക്കുന്നില്ല എങ്കിൽ
അത്ര നല്ല പെർഫോമൻസ് ആണ് ആ ഒരു ഹോസ്പിറ്റൽ കാഴ്ചവെക്കുന്നത്. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയ ആണ് എന്ന് പറയുന്നത്. ഈ ബെഡിൽ കിടക്കുന്ന ഓരോ പേഷ്യൻസിനെയും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ശരിക്കും പറഞ്ഞത്. പക്ഷെ അത്രയും കാര്യങ്ങള് മൈന്യൂട്ട് ആയിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇനി നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറർ പെർ 1000 ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, 1000 ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഇപ്പോ നമ്മള് എന്തെങ്കിലും, അതായത് നമ്മളിപ്പോ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോയി, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാനായിട്ടൊക്കെ പോയി. അങ്ങനെ പോകുമ്പോ എന്താണ്, ആ ഒരു റിസൾട്ട്, നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടില് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുക, ഇറർ പറ്റുക. ചിലപ്പോ എന്തായിരിക്കും, ചിലപ്പോ റിസൾട്ടുകൾ തമ്മിൽ മാറിപ്പോകും. ഇപ്പൊ ഞാനും എന്റെ അമ്മയുമാണ് പോകുന്നതെങ്കിൽ എന്താണ്, എന്റെ അമ്മയ്ക്കുള്ള റിസൾട്ട് ആയിരിക്കില്ല അമ്മയ്ക്ക് കൊടുക്കുന്നത്, അത് പകരം എനിക്കായിരിക്കും തരിക. അപ്പൊ റിസൾട്ടുകൾ തമ്മിൽ മാറിപ്പോകും. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ്, ഇപ്പൊ നമ്മൾ MRI എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എന്താണ്, ഒരു ഇററാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതും എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവഡ് ഇൻ മോക്ക് ഡ്രിൽസ്. അതായത് മോക്ക് ഡ്രില്ലുകൾ നടത്താം. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫയർ, അതായത് ഒരു തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കാം നമ്മുടെ ഹോസ്പിറ്റലില്. അപ്പൊ എന്താണ്, നമ്മള് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കും അല്ലെ. അപ്പോ അങ്ങനെയുള്ള പ്രിക്കോഷൻസ്, അതായത് ശരിക്കുമുള്ള ഒരു തീപിടുത്തം ഉണ്ടാകുന്നതിന് മുന്നോടിയായിട്ട്, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പൊ ശരിക്കും ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അങ്ങനെ നമ്മള് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കും, നടപടികൾ എടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ നടപടികൾ എടുക്കാനായിട്ട് എന്ത് ചെയ്യും, മോക്ക് ഡ്രിൽസ് ഹോസ്പിറ്റലുകളിൽ നടക്കും. അതായത് ഇങ്ങനെ ഒരു ഫയർ, അതായത് തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ സ്വീകരിക്കേണ്ടതെന്ന് മോക്ക് ഡ്രിൽസ് നടത്തും. അതൊന്ന് നോക്കും, എങ്ങനെയാണ് ആ മോക്ക് ഡ്രിൽസ് നടത്തിയിട്ട് എന്താണ് ശരിക്കുമുള്ള ഫയറിന്റെ ഒരു ഒരു ഫയർ ആക്സിഡന്റ് ശരിക്കും ആ ഒരു ഹോസ്പിറ്റലിൽ നടന്നാല്, അതുകൂടാതെ ഈ മോക്ക് ഡ്രിൽസ് നടത്തുമല്ലോ. കാരണം ഇങ്ങനെ കമ്പയർ ചെയ്യാണ് മോക്ക് ഡ്രിൽസും അതുപോലെ തന്നെ ആക്ച്വൽ ആയിട്ടുള്ള ഫയർ ആക്സിഡന്റ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിന്റെ ഒരു ഡിഫറൻസ്, ആ ഒരു വേരിയേഷൻ എത്രയാണെന്ന് അളക്കും. അതും എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പൊ മോക്ക് ഡ്രിൽസ് നടത്താറുണ്ട് ഹോസ്പിറ്റലുകളിൽ. എന്തെങ്കിലും ഇങ്ങനെയുള്ള വലിയ വലിയ ഇപ്പൊ എന്തെങ്കിലും ഒരു ഒരു ഡിസാസ്റ്റർ, എന്തെങ്കിലും ഒരു ഫയർ ആണെങ്കിൽ ഫയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുന്നോടിയായിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് മോക്ക് ഡ്രിൽസ് നടത്തും. ആ മോക്ക് ഡ്രിൽസിന്റെയും ആക്ച്വൽ ആയിട്ടുള്ള സംഭവത്തിന്റെയും ആ ഒരു ഡിഫറൻസ്, നല്ല രീതിയിലാണോ ആ മോക്ക് ഡ്രിൽസ് അവിടെ നടത്തുന്നത് എന്ന് ഒരു ചെക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അതും എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പെർസെന്റേജ് ഓഫ് അഡ്ഹിറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസ്റ്റിക്. ഇതറിയാലോ. കാരണം എന്താ പറയുന്നത്, അതായത് സ്റ്റാഫുകൾ ഉണ്ടല്ലേ. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് സ്റ്റാഫുകൾ ഉണ്ട്, പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫുകൾ ഉണ്ട്, അതുപോലെ എക്സ്റേ എടുക്കുന്ന യൂണിറ്റിലുണ്ട്. അപ്പൊ എന്താണ്, ഇങ്ങനെയൊക്കെ ആ സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ MRI എടുക്കുന്ന സ്ഥലത്താണെങ്കിൽ MRI സ്റ്റാഫ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്, അവര് മുൻകൂട്ടി എന്ത് ചെയ്യും, പ്രിക്കോഷൻസ് സ്വീകരിക്കും അല്ലെ. അതായത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആ ഒരു ഇപ്പൊ MRI എടുക്കുന്ന റൂമിലാണെങ്കിൽ ചില മുൻകരുതലുകൾ എടുക്കാനുണ്ട്, പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നോക്കുന്നുണ്ടോ, ഒബ്സർവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുടെ പെർസെന്റേജ് എത്ര ശതമാനമാണ് അവർ നല്ല രീതിയിൽ പ്രിക്കോഷൻസ് എടുക്കുന്നത്, അതൊക്കെ എന്താണ്, ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് പോകാം, അധികം കാലതാമസമൊന്നും വരില്ല. അതുകൂടാതെ ഈ സ്റ്റാഫിന്റെ ഇടയിൽ എന്താണ് സേഫ്റ്റി ഒക്കെ ഉണ്ടാവും ഇങ്ങനെ പ്രിക്കോഷൻസ് എടുക്കുകയാണെങ്കിൽ. അപ്പോ അതെന്താണ്, നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് ആയിട്ട് മാറും, നല്ല രീതിയിൽ സ്കോർ കിട്ടാനായിട്ട് സഹായകമാകുകയും ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. പെർസെന്റേജ് ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രീവിയേഷൻ. അതായത്
ഇപ്പോ ഡോക്ടേഴ്സ് കുറിച്ചു കൊടുക്കുന്ന ഒരു മരുന്ന്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മരുന്ന് നമ്മൾ ഫാർമസിയിൽ ചെന്ന് കഴിഞ്ഞാല് ഫാർമസിസ്റ്റിന്റെ മിസ്റ്റേക്ക് മൂലം, അവിടുത്തെ ക്ലിനിക്കൽസിന്റെ മിസ്റ്റേക്ക് മൂലം എന്താണ് ചിലപ്പോ എറർ വരും. ഇപ്പൊ എന്താണ് നമ്മള് മരുന്നുകൾ എഴുതിത്തരുന്ന ആ ഒരു ചീട്ടുണ്ടല്ലോ, നമുക്ക് മരുന്നുകൾ ടാബ്ലറ്റ് ഇട്ട് തരുന്ന ആ ഒരു കവറില്ലേ, അതിനകത്ത് അവർ എന്ത് എഴുതിയിട്ടുണ്ടാകും, നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ നേരം എഴുതിയിട്ടുണ്ടാകും. ചിലപ്പോ എന്താണ് വൺസ് ഇൻ എ ഡെയിലി അല്ലെങ്കിൽ അതായത് 3 in a ഡെയിലി അങ്ങനെയൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോ ഇതിന്റെ എന്താ പറയാ, ഇത് തമ്മിൽ മാറിപ്പോവുക. ചിലപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞിരിക്കുന്നുണ്ടാവുക, വൺസ് ഇൻ എ ഡെയിലി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഫാർമസിസ്റ്റ് എന്താണ് അശ്രദ്ധ കൊണ്ട് ഇത് പറയും, അതായത് ഒരു മരുന്ന് തന്നെ 3 നേരം കഴിക്കാനായിട്ട് ചിലപ്പോൾ എഴുതി കൊടുക്കും. അപ്പൊ അതൊക്കെ എന്താണ് ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെ. അപ്പൊ ആ ഒരു കാര്യവും എവിടെ നോക്കുന്നുണ്ട്, അതിന്റെ ഒരു പെർസെന്റേജ്, അതായത് ആ ഒരു ഫാർമസിസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ എന്താണ് ആ ഒരു മാസമോ എത്ര മിസ്റ്റേക്സ് ഇങ്ങനെ വരുത്തുന്നുണ്ട്, അതായത് ആളുകൾക്ക് മരുന്ന് എന്താണ് എഴുതി കൊടുക്കുന്നതിലെ മിസ്റ്റേക്കുകൾ എത്ര എണ്ണം വരുത്തുന്നുണ്ട് എന്നതിന്റെ പെർസെന്റേജ് എവിടെ നോക്കുന്നുണ്ട്, ഈ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി. ഇല്ല. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണെന്ന് വിചാരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യങ്ങള്. ഓക്കെ. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അൺഫേവറബിൾ ഡ്രഗ് റിയാക്ഷൻ. അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പൊ ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യന്റുകളിൽ എന്താണ് ചിലപ്പോ നമ്മൾ മരുന്ന് കൊത്തുവെക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇഞ്ചക്ഷൻ അലർജി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾക്ക് ഇഞ്ചക്ഷൻ ഒക്കെ തരും അല്ലെ. അതായത് ചില അലർജികൾ എന്ത് ചെയ്യും, അതായത് ചില ഇഞ്ചക്ഷൻസ് ചില ഡ്രഗ്സുകൾ എന്ത് ചെയ്യും പറ്റില്ല, ചില പേഷ്യൻസിന് പറ്റില്ല, അത് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അവർക്ക് അലർജീസ് ഉണ്ടാവും. അപ്പൊ എത്രത്തോളം എന്താണ് അൺഫേവറബിൾ ആയിട്ടുണ്ടാവുക, അതായത് ഇങ്ങനെയുള്ള പേഷ്യൻസിന് എന്താണ് ഇങ്ങനെയുള്ള അലർജീസും കാര്യങ്ങളൊക്കെ എത്രത്തോളം വരുന്നുണ്ട്, അതിന്റെയൊക്കെ എന്താണ് ഒരു ഡ്രഗ് റിയാക്ഷന്റെ ഒരു പെർസെന്റേജ് എത്രത്തോളം ആണെന്ന് നോക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. അതുകൂടാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എത്ര പേഷ്യൻസ് പ്ലാൻഡ് അല്ലാതെ, അതായത് ഇപ്പൊ ഓപ്പറേഷനൊക്കെ ചെയ്യാൻ സാധിക്കാതെ അവരെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ എന്താണ് ഒരു ബാഡ് പെർഫോമൻസിന്റെ ഒരു ഭാഗമാണല്ലേ. കാരണം അൺപ്ലാൻഡ് ആണ്. പ്ലാൻ ചെയ്ത് കൊണ്ടുപോയാണെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് സർജറീസും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഇത് പ്ലാൻ ചെയ്യാതെ എന്താണ് വരുമ്പോ എന്താണ് ആ പേഷ്യന്റിനെ സർജറി, ചിലപ്പോ അനസ്തീഷ്യ ഡോക്ടർ എത്തിയിട്ടുണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ എന്താണ് പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് തിരിച്ച് റൂമിലോട്ട് കൊണ്ടുവരും. എങ്ങനെ? ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കാതെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ എന്താണ് ഒരു പെർഫോമൻസ് നോക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ അത്ര പേഷ്യൻസ് അവിടെ OT-യിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓപ്പറേഷൻ നടക്കാതെ അല്ലെങ്കിൽ സർജറി നടക്കാതെ എത്ര പേഷ്യൻസ് മടങ്ങി വരുന്നുണ്ട് എന്ന് നോക്കുന്നതും ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഓക്കെ. ഇനി പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. ഇവിടെ നിയർ മിസ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മൾക്കിപ്പോ ഒരു ഡോക്ടർ ഇന്ന മരുന്നുകൾ കുറിച്ച് തന്നു, നമ്മൾ ഇതുമായിട്ട് നേരെ ഹോസ്പിറ്റൽ ഫാർമസിയിലേക്കാണ് ചെല്ലുന്നത് അല്ലെ. ഫാർമസിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് മരുന്ന് ചീട്ട് കൊടുക്കുകയാണ്. ചീട്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഫയൽ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ച് അവർക്ക് നമ്മൾ മരുന്ന് തരും അല്ലെ. ഇങ്ങനെ മരുന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ പേഷ്യന്റിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് ഇവർക്ക് മനസ്സിലാവുകയാണ്, ഈ ഫാർമസിസ്റ്റിന് മനസ്സിലാവുകയാണ് ഈ മരുന്നല്ല ഈ പേഷ്യന്റിന് കൊടുക്കേണ്ടത്. ഓക്കെ, ഈ മരുന്നല്ല ഈ പേഷ്യന്റിന് കൊടുക്കുന്നത്, വേറെ മരുന്നാണ് നമുക്ക് തരേണ്ടത്. പക്ഷെ ഇവര് എടുത്ത മരുന്ന് മാറിപ്പോകും അല്ലെ. അങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ പേഷ്യൻസിന്റെ മരുന്നുകൾ തമ്മിൽ മാറിപ്പോവുക. ഓക്കെ, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴെന്താണ് നമുക്ക് ഒരു മരുന്ന് തരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് അവർ വെച്ച് തരാൻ പോകുമ്പോഴായിരിക്കുള്ളൂ ചിലപ്പോൾ ചിലർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാകും. ഹോസ്പിറ്റൽ ഫാർമസിയിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ അടുത്ത് കൊണ്ടുതരുമ്പോഴായിരിക്കും അവർ പെട്ടെന്ന് കൈവലിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകും. എന്തുകൊണ്ടാ? മരുന്ന് മാറിപ്പോകുന്ന സംഭവം. അതുപോലെ തന്നെ പേഷ്യൻസ് കൂടുതലായിട്ട് നിൽക്കുമ്പോൾ എന്താണ് ഒരു പേഷ്യൻസിന്റെ മരുന്നുകൾ തമ്മിൽ അന്യോന്യം മാറിപ്പോവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിലാണ്? പെർസെന്റേജ് നിയർ മിസ്സസിലാണ് വരുന്നത് കേട്ടോ. അപ്പോ അതിന്റെ ഒരു റേറ്റ് റേറ്റ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇത് അവരവിടെ എഴുതി വെക്കുവോ? കണ്ടുപിടിക്കുന്നതിനായിട്ടോ? എങ്ങനെ കണ്ടുപിടിക്കും?
കണ്ടുപിടിക്കുന്നവിടെ നോർമൽ സെൻസിൽ അവരങ്ങനെ ഇങ്ങനെ അധികം വരാറില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള റേറ്റ്സ് ഒക്കെ വരാറുള്ളൂ. തീരെ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ലേ. പേഷ്യന്റിന്റെ മരുന്നൊക്കെ മാറിപ്പോയാൽ എന്തിനാ ആള് തന്നെ വടിയായി പോവില്ലേ. ചില കാര്യങ്ങളിൽ, അതായത് നമ്മൾക്ക് ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റൽ ഫാർമസിയിലല്ല, മെഡിക്കൽ ഷോപ്പില്. കാരണം നമ്മുടെ അടുത്ത് തൊട്ടടുത്ത് കൊണ്ടുതരുമ്പോഴായിരിക്കും ഇവർ കൈവലിച്ച് കൊണ്ടുപോകുന്നത് ആ സംഭവം. കാരണം അവരത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതിന് ഇന്ന മെത്തേഡും ഒന്നും അങ്ങനെ പറയാനായിട്ടില്ല. പെട്ടെന്ന് അത് അവർക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അത് ഇന്നതാണ് അത് മിസ്റ്റേക്ക് പറ്റും. പക്ഷെ എന്താണ്, പേഷ്യന്റിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് അവർക്കത് മനസ്സിലാവുക ചെയ്യണത്. പിന്നെ പേഷ്യന്റിന്റെ മരുന്നുകൾ തമ്മിൽ മാറിപ്പോകുമ്പോഴും എന്താണ്, അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ചിലപ്പോൾ ഒരു കോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ എന്താണ് ഒരു മെഷർമെന്റ് ഇവിടെ നാബ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ഓർ ഇംപ്രോപ്പർ കൺസെന്റ്. അതുപോലെ തന്നെ എന്താണ്, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഇംപെർഫെക്റ്റ് ആകുക, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതാതെ ഇംപെർഫെക്റ്റ് ആയിട്ട്, അതായത് ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതണോ അല്ലെ. ഒരു നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ വിവരങ്ങളും എന്തുണ്ടാവും, നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ കമ്പ്യൂട്ടറിലായാലും ഫീഡ് ചെയ്യുമ്പോൾ എല്ലാ വിവരങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഇല്ലാതെ ചിലതൊക്കെ മിസ്സായി കിടക്കുകയാണെങ്കിൽ എന്താണ്, അത് ഇംപെർഫെക്റ്റ് റെക്കോർഡാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ചില അതായത് നമ്മളിപ്പോ അഡ്മിറ്റ് ആവുന്ന കേസിലൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മുടെ കൂടെ റിലേറ്റീവ്സിന്റെ കൺസെന്റ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ കൺസെന്റ് ഇല്ലാത്ത കേസുകൾ, പ്രോപ്പർ ആയിട്ട് ഇംപ്രോപ്പർ ആയിട്ടുള്ള കൺസെന്റ് ഇല്ലാത്ത കേസുകളുടെയൊക്കെ റേഷ്യോ നോക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പെർസെന്റേജ് നോക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്, മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യത്തില് അത് ആ റെക്കോർഡ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇംപ്രോപ്പർ കൺസെന്റ് ഉണ്ടെങ്കിലൊക്കെ എന്താണ് ഒരു ബാഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതിന്റെ റേഷ്യോ നാബ് ഒബ്സർവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കെങ്കിലും അറിയാമോ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തെറ്റി ഗ്രൂപ്പ് ഒക്കെ തെറ്റിയിട്ട് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അല്ലെ. ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതായത് നമ്മളിങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതായത് രോഗിക്ക് ചിലപ്പോ ചിലപ്പോ ഇൻപേഷ്യന്റ് ആകാം, അല്ലെങ്കിൽ ഒപിയിൽ വന്ന ഒരു പേഷ്യന്റ് ആകാം. ഇവർക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ റിയാക്ഷൻ ആയിട്ട് എന്ത് പറ്റും, ഇവർക്ക് ചിലപ്പോ പനി ഉണ്ടാകാം, അല്ലെങ്കിൽ വിറയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഉണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. അപ്പൊ പനി, വിറയല്, ഛർദി, അതുപോലെ തന്നെ ബാക്ടീരിയൽ കണ്ടാമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ ഈ ബാക്ടീരിയൽ കണ്ടാമിനേഷനിലൂടെയൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പെർസെന്റേജ് ആര് നോക്കും, നാബ് നോക്കും. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ട്രാൻസാക്ഷനിലൂടെ രോഗികൾക്ക് ബാക്ടീരിയൽ കണ്ടാമിനേഷൻ കയറിയിട്ട് രോഗികൾക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ ഒരു റേറ്റ്, എത്ര പേഷ്യൻസിന് അങ്ങനെ ആ ഹോസ്പിറ്റലുകളിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന റേഷ്യോ നാബിന്റെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, പെർസെന്റേജ് ഓഫ് കേസസ് ഹു റിസീവഡ് സ്യൂട്ടബിൾ പ്രോഫിലിയാറ്റിക് ആന്റിബയോട്ടിക്സ് വിത്തിൻ ദ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. അതുപോലെ തന്നെ എന്താണ്, ഈ പേഷ്യൻസ് പേഷ്യൻസിനൊക്കെ ആന്റിബയോട്ടിക്സ് കൊടുക്കുമല്ലോ നമ്മൾ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ. അപ്പൊ അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഫ്രെയിമിനുള്ളിലാണോ അത് കൊടുക്കുന്നത്, അത് നല്ല രീതിയിൽ അവർക്ക് വർക്കിംഗ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് അടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, percentage of surgeries where the organization's procedure to prevent hostile events like a wrong site, wrong patient and wrong surgery have been adhered to. എന്താ പറയുന്നത്, അതിനകത്ത് ഹോസ്പിറ്റലുകളിൽ സർജറി നടക്കുമല്ലോ, ഈ സർജറി നടക്കുന്ന സമയത്ത് എന്താണ് റോങ് സൈറ്റ് ആവുക, അതായത് പേഷ്യന്റിന്റെ സർജറി നടക്കുന്ന സ്ഥലം മാറിപ്പോവുക. ഇപ്പൊ പല ഡിപ്പാർട്ട്മെന്റിലായിട്ട് പല ഇതുണ്ടാവും അല്ലെ, പല സർജറി വിഭാഗങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ സൈറ്റ് മാറിപ്പോവുക. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ബ്രെയിനുമായി ബന്ധപ്പെട്ട സർജറി ആണെങ്കിൽ ഗൈനക് വിഭാഗത്തിലോട്ട് പോയാൽ എന്താണ്, ആ സൈറ്റ് ആണ് മാറിപ്പോകുന്നത് അല്ലെ. അപ്പൊ സർജറിയുടെ സൈറ്റ് മാറിപ്പോവുക, അതുപോലെ തന്നെ പേഷ്യന്റ് തമ്മിൽ മാറിപ്പോവാം. ഇപ്പോ നട്ടലിന്റെ സർജറിക്കാണ് ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ അയാൾക്ക് സർജറി ചെയ്യുന്നത് തലച്ചോറ്, അതായത് ട്യൂമർ നീക്കം ചെയ്യാനുള്ള സർജറി ആണ് അയാൾക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ്,
ആ സർജറി മാറിപ്പോകും. അതുപോലെ പേഷ്യന്റിന്റെ ഇത് മാറിപ്പോകും. പിന്നെ എന്താണ് റോങ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ സർജറി ചെയ്യുക, അതൊക്കെ വരുന്നത് എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഇതും എന്താണ് നാബിന്റെ ഒരു കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. അപ്പൊ സർജറി എന്ന് പറയുന്നത് സർജറിയുടെ സൈറ്റ് മാറിപ്പോവുക, പേഷ്യന്റ് സർജറി ചെയ്യുന്ന പേഷ്യന്റ് മാറിപ്പോവുക, അതുപോലെ ബോഡി പാർട്ട് റോങ് ആയിട്ടുള്ള ബോഡി പാർട്ടിൽ സർജറി ചെയ്യാം, ഇതൊക്കെ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ്. ഇതിന്റെ പെർസെന്റേജ് എത്ര ശതമാനമാണ് ഇത് വരുന്നത്, ഓരോ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്ന് നോക്കാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ മെഡിക്കേഷൻ എറർ റേറ്റ്. മെഡിക്കേഷൻ എറർ റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിലെ പിശകാണ് കേട്ടോ. മരുന്നുകളിൽ ഇപ്പൊ ഡോക്ടേഴ്സ് ഇപ്പോ എന്തെങ്കിലും കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ കൈയക്ഷരം മനസ്സിലാവാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് മെഡിക്കേഷൻ എററിൽ വരുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോ ഇത്രയും എടുത്താൽ മതി ഇന്ന്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്നും കൂടി അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ വായിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മെഡിക്കേഷൻ എറർ വരെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായി. ഇതൊക്കെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണെന്ന് ഓർത്തിരിക്കട്ടെ. പ്രത്യേകം ഇതൊക്കെ പഠിച്ചു വെക്കുക, കാരണം പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്.